കോഴിക്കോട് വടകര മാടാക്കര പള്ളിയിലെ സംഘർഷത്തിൽ മുസ്ലിം ലീഗിനെതിരെ ആരോപണവുമായി സിപിഐഎം. പോലീസിനെ വിളിച്ചു വരുത്തി വിശ്വാസികളെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് ലീഗ് നേതൃത്വം എന്നാണ് സിപിഐഎം ആരോപണം. ചോമ്പാല പോലീസിനെ പള്ളിയിലെത്തിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കുറ്റ്യാടി എംഎൽഎയുടെ അറിവോടെ എന്നും സിപിഐഎം പ്രസ്താവന. സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം പോലീസിന്റെ തലയിലിട്ട് തടിയൂരാൻ UDF സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുവെന്നും വിമർശനം. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ എന്താണ് ഈ സിപിഐഎമ്മിന്റെ ആരോപണം? അസാദി, കഴിഞ്ഞ ദിവസമാണ് വടകര മാടാക്കര പള്ളിയിൽ ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞ് വിശ്വാസികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത്. ആ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം CPIM ജില്ലാ കമ്മിറ്റി ആരോപിച്ചിട്ടുള്ളത്. CPIM ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക പ്രസ്താവന എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിനെ വിളിച്ചു വരുത്തി വിശ്വാസികളെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് പ്രാദേശിക പ്രാദേശിക ലീഗ് നേതൃത്വമാണ് എന്നതാണ് CPIMന്റെ ഇപ്പോഴത്തെ ആരോപണം. സംഘർഷമുണ്ടായപ്പോൾ പോലീസിൽ പരാതി നൽകിയത് പ്രാദേശിക ലീഗ് നേതൃത്വമായിരുന്നു. അതോടൊപ്പം തന്നെ ചോമ്പാല പോലീസിനെ പള്ളിയിലെത്തിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കുറ്റ്യാടി MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ളയുടെ അറിവോട് കൂടിയാണ് എന്നും CPIMന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ സംഘർഷങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ഈ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ലീഗ് നേതാക്കളും UDF നേതൃത്വവും കാണിക്കുന്നത് എന്നുള്ളതാണ് CPIMന്റെ ആരോപണം. അതായത് ഇപ്പോൾ പോലീസിന്റെ തലയിൽ, അതായത് പോലീസ് പള്ളിക്കുള്ളിൽ കയറി വിശ്വാസികളെ ആക്രമിച്ചു എന്ന തരത്തിൽ ഈ വിഷയത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമം UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് CPIM ഇപ്പോൾ ഉയർത്തുന്നത്. എന്തിനാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പള്ളിക്കുള്ളിൽ കയറി ഈ വിശ്വാസികളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നടക്കമുള്ള ആവശ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമാണ് ഇപ്പോൾ CPIM ജില്ലാ നേതൃത്വം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി ബെൻസൺ.